ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അമ്മാമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്ന സമയത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൂന് ഇഷ്ടമുള്ള കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാമ്പഴ പുളിശ്ശേരിയും അതുകൂടാണ്ട് പുഴമീൻ വറുത്തതും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് പഴയ കഥകളൊക്കെ പറഞ്ഞു തന്നു. പപ്പ ഉണ്ടായിരുന്ന സമയത്തുള്ളവൻ്റെ കുറച്ച് കുറുമ്പുകളും അതുകൂടാണ്ട് കുട്ടിക്കാലത്തെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിൽ കൂടുതലും. അല്ലെങ്കിലും അമ്മാമ്മമാർക്കാണല്ലോ നമ്മളെക്കാൾ കൂടുതൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കുക. ഞാൻ എപ്പോൾ പോവുകയാണെങ്കിലും ഇളവള്ളിത്തെ വീട്ടിൻ്റെ ഉമ്മർത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ അത് കൊപ്രയാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണക്കിന് ജാതിക്കയോ അല്ലെങ്കിൽ ജാതിക്കയുടെ പൂവോ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിലും അച്ഛൻ്റെ വീട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അമ്മയുടെ വീടെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കുറച്ചുകൂടി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കും. എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എൻ്റയർ ചൈൽഡ്ഹുഡ് ഉള്ളൊരു സ്ഥലമാണിത്. അമ്മയുടെ വീടിനടുത്തുള്ള ഫ്രണ്ട്സും അതുപോലെ അവിടെയുള്ള കുറച്ച് ആൾക്കാരും നമുക്ക് എന്നും ഭയങ്കര പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും. ഇളവള്ളിത്തെ ഈ ഒരു ചെമ്പകച്ചോട്ടിൽ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. എപ്പോൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെമ്പകമെങ്കിലും നിലത്ത് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോഴേക്കും വാവ വന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചും വളർന്നേയും ഒക്കെ സ്ഥലമാണ് ഇതൊക്കെ. അപ്പം എനിക്ക് അതിനൊക്കെ കുറിച്ചിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ ഒരുപാട് കാവും അതുപോലെ തന്നെ പഴയ ഒരുപാട് വീടുകളും ഒക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ കുറിച്ചിട്ട് ബ്രീഫ്ലി ഉള്ള എക്സ്പ്ലനേഷനായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ക്ഷീണമൊക്കെ ആയി സൈറ്റ് വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ചായ കുടിക്കാൻ വന്നായിരുന്നു. വീണ്ടും ഇളവള്ളി ഒന്ന് ചുറ്റി കാണിച്ചു തരാമെന്നുള്ള വാവയുടെ ഓഫർ കാരണം നേരെ ചാടിക്കയറി കാറിലിരുന്നു. പിന്നെ വാവ വർക്ക് ചെയ്യുന്നത് UAE-ലാണ്. പക്ഷെ അവൻ ഇപ്പോൾ അടുത്ത തുർക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തുർക്കിഷ് ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന മണിച്ചാല് കാണിക്കാനാണ് രണ്ടുപേരും കൂടി മെയിൻലി എന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മഴക്കാലത്ത് ഈ തോട്ടിൽ നിറയെ വെള്ളമായിരിക്കും. പിന്നെ അതുകൂടാണ്ട് ഈ പമ്പ് സെറ്റിൽ നിന്നാണ് അവിടെ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് വാവ മുന്നിൽ നടക്കുകയായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് ആയിരുന്നു. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. പണ്ട് സ്കൂൾ വിട്ട് വന്ന സമയത്തുള്ള കാര്യങ്ങൾ, മാങ്ങ പറിച്ച് നടന്ന കാര്യങ്ങൾ, അടികൂടിയ കാര്യങ്ങൾ, മഴക്കാലത്ത് മീൻ പിടിക്കാൻ വന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇവർക്ക് പറയാൻ. ഫോർ മീ ഈ റീകളക്റ്റിംഗ് മെമ്മറീസൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അതും അവൻ്റെ കൂടെ നടന്ന് കാണാൻ കഴിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള കാര്യമായിരുന്നു. പോണ വഴി ഇളവള്ളി സ്കൂളൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്നെ ഈ കാണുന്ന തുരുത്തിലേക്കാണ് ഇവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു തുരുത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വർഷക്കാലത്ത് ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. ആകെക്കൂടെ ഒരു 3-4 വീടുകൾ മാത്രമേ ഇവിടെയുള്ളൂ. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് ഒട്ടും ആക്സസ് ഉണ്ടാവില്ല. ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് ഇളവള്ളി. എപ്പോഴേലും വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ബഹുദൂരം സൈക്കിളൊക്കെ ഓടിച്ച് പണ്ട് ഞാവൽ പെറുക്കാൻ വന്നിരുന്ന സ്ഥലത്തേക്കാണ് ഇവർ രണ്ടുപേരും കൂടി ഇപ്പം എന്നെ കൊണ്ടുപോകുന്നത്. അത് ഒരു അമ്പലത്തിനടുത്തായിട്ടാണ് ആ ഞാവൽ മരം ഉള്ളത്. ഇവർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇളവള്ളിക്കാവ് അമ്പലം കാണിച്ചു തന്നു. ഒരാളും ബഹളമൊന്നും ഇല്ലാത്ത ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. പിന്നെ സർക്കിട്ടൊക്കെ കഴിഞ്ഞ് അമ്മാമ്മയുടെ അടുത്തെത്തി. അപ്പോഴേക്കും ചായയും പലഹാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് രാത്രി ആയിട്ടുണ്ടായിരിക്കും തിരിച്ച് ഞങ്ങൾ പൊന്നാനി എത്തിയപ്പോൾ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.